ലോകേഷ് സാറിനോട് ചാൻസ് ചോദിച്ചു. ചോദിച്ചു. തരാന്ന് പറഞ്ഞോ? നോക്കാന്ന് പറഞ്ഞു. ആണോ? അപ്പൊ ഇനി അടുത്തത് അവിടെയാണ് കാണാൻ പോകുന്നത്. തിരക്കിലല്ലേ പുള്ളി. സ്വാഭാവികമായിട്ട് നമുക്ക് ആരാണേലും അങ്ങനെയല്ലേ പറയുള്ളൂ. ഇതേപോലെ കിങ്ഡത്തില് എന്റെ ഫോട്ടോ കണ്ടതുപോലെ എന്തെങ്കിലും പുള്ളിക്ക് ഉറപ്പായിട്ടും പുള്ളി കാണും. ഞാൻ പുള്ളിയുടെ പടത്തിൽ അഭിനയിക്കും. നാക്ക് കരുനാക്കാണോ പറയുന്നൊക്കെ സംഭവിക്കുന്നത്? ഞാൻ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മീൻസ് നമുക്ക് സംഭവിക്കുമായിരിക്കും എന്നുള്ളൊരു തോന്നലുണ്ടാവും, അല്ലെങ്കിൽ ആഗ്രഹം നമ്മൾ പറയും. പക്ഷെ പറയുന്നൊക്കെ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നൊക്കെ നടക്കുന്നില്ല. ഞാൻ എന്റെ ആയ കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ 26ാമത്തെ വയസ്സിൽ വീട് വെക്കുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നടന്നിട്ടില്ല. നടക്കുന്ന സമയത്ത് നടക്കും. എന്റെ ആഗ്രഹങ്ങൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. അതെ, ഞാൻ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഗ്രഹങ്ങളാണ് ഞാൻ പറയുന്നത്. എല്ലാം പറയുന്നില്ല, എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യം പറയുമ്പോ അത് എൻ്റെ ലൈഫിൽ ഞാൻ ഇഷ്ടമുള്ള കാര്യം പറഞ്ഞത് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ആഗ്രഹിച്ച കുറച്ചൊക്കെ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ പൊതുവെ പറയുമല്ലോ, പുറത്തേക്ക് പറയുന്ന കാര്യം നടക്കില്ല എന്നുള്ളത്. അങ്ങനെയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞ അങ്ങനെയൊക്കെ ആൾക്കാർ പറയും. ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഞാൻ അഭിനയിക്കും, അത് നടക്കും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഞാനും സിനിമ ഇൻഡസ്ട്രിയിലാണ്, അദ്ദേഹമാണ്. കിങ്ഡത്തിൽ ഞാൻ വന്നില്ലേ, അതെങ്ങനെയാ വന്നത്? എങ്ങനെയോ എന്റെ ഫോട്ടോ കണ്ടിട്ടാണ് വന്നത്. അപ്പം അതേപോലെ ഒരു ലക്ക് എനിക്ക് സംഭവിക്കണം. അത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ 26 അളിയെ ഞാൻ ഇപ്പം വീട് വെക്കും, പടം കിട്ടി, ഈ പടം ഹിറ്റാവും, ഞാൻ സ്റ്റാറാവും, വീട് വെക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് അപ്പം നടന്നിട്ടില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു സമയമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതെ, അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ നല്ല കാര്യങ്ങളും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇഡ്ഡലിക്കട തുടങ്ങാന്നുള്ള ഒരു തീരുമാനം ഉണ്ടല്ലോ. ഇപ്പൊ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു ആർട്ടിസ്റ്റുകൾ. പൊതുവെ കഫേ, ഡ്രസ്സിന്റെ ഷോപ്പ്, അങ്ങനെയൊക്കെയാണ് വരിക. ഇത് ഭയങ്കര ഓപ്പൺ ആയിട്ട് അമ്പലത്തിന്റെ മുൻപില് ഒത്തിരി ആൾക്കാർ വരുന്ന സമയത്ത് അങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ പോയിട്ട് ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാന്നുള്ള ഒരു തീരുമാനം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു കഫേ തുടങ്ങാനുള്ള പൈസ ഇല്ല. കഫേ തുടങ്ങണമെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ വേണം. നമ്മുടെ കയ്യിൽ അന്ന് 5 പേരുണ്ട്. അപ്പൊ ഏറ്റവും ചെലവ് പറഞ്ഞ എന്താ പരിപാടി? നമ്മൾ ആദ്യം ട്രക്ക് വിചാരിച്ചു. ട്രക്ക് നല്ല പൈസ, 10 ലക്ഷം രൂപയ്ക്കാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ചെലവിറക്കുന്നത് ഇതുപോലെ ഒരു കാർട്ട് നമുക്ക് തള്ളാൻ വേണമെങ്കിൽ. അപ്പൊ ഞാൻ എൻ്റെ ഏറ്റവും പരിചയമുള്ളൊരു വെൽഡിങ് അറിയാവുന്ന ഒരു ചേട്ടനെ വെച്ചിട്ട് ഞങ്ങൾ തന്നെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ചെയ്തെടുത്ത ഒരു പരിപാടിയാണ്. ഇപ്പൊ നമ്മളത് കുറച്ചും കൂടെ ഒരു അപ്ഗ്രേഡ് ആകുന്നുണ്ട്, ഒരു കഫേ പരിപാടി പോലെയൊക്കെ. ഇപ്പൊ നമുക്ക് കാശ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് അന്ന് നമുക്ക് ഇത് നടക്കോ ഇല്ലയോ, നന്നായിട്ട് പോവോ ഇല്ലയോ എന്ന് അറിയില്ല. ഇപ്പൊ റിസ്ക് എടുക്കുകയാണ്. വർക്ക് ആവുകയാണെങ്കിൽ വർക്ക് ആവട്ടെ, വർക്ക് ആവണം. കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് നല്ലതാ. കാരണം നമ്മൾ കഴിച്ചു നോക്കി നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സാധനം നമ്മൾ കൊടുക്കാറില്ല. ഇല്ല, കടയിൽ വന്നാലേ കിട്ടും. പക്ഷേ കണ്ടില്ലല്ലോ, അതാണ് പ്രശ്നം. ഒരു ബ്രാഞ്ച് എറണാകുളത്തിനെ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ ഫ്രാഞ്ചൈസ് ഓഫർ വരട്ടെ കൊടുക്കാൻ. ഓക്കെ, അപ്പം നമുക്ക് അതിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പടം കണ്ടായിരുന്നോ? അത് ചോദിക്കരുത്. പടം കാണാത്ത നിങ്ങൾ എന്റെ ഇഡ്ഡലി കടയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓക്കെ, അല്ല, ഇഡ്ഡലി കടയിലെ റിവ്യൂ ഞാൻ കേട്ടു. ഞങ്ങൾ കൊച്ചിന്ന് ട്രാവൽ ചെയ്ത് കേട്ടില്ലേ? അത് കഴിഞ്ഞിട്ട് ഇന്ന് ഞാൻ എന്റെ പടം കണ്ട എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് സംസാരിച്ചു, ചോദിച്ചു നല്ല പടമാണോ, വെങ്കിയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്, കിടുക്കനാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എല്ലാരും കിടുക്കനാന്നാ പറഞ്ഞത്. ആ ഒരു എനർജിയിലാണ് ഞാൻ ഓടി ഇരിക്കുന്നത്. സൂപ്പർ. ഇപ്പം കൊറേ ഫ്രണ്ട്സ് ഉണ്ടാവില്ല എന്നെ പോലെ ഇങ്ങനെ തള്ളി മറിക്കുന്നത്. അപ്പം തേജസ്, മാളവിക, അങ്ങനെയൊക്കെ ഉള്ള കൊറേ പേര്. നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോണ്ട് എങ്ങനെയാണ്? പ്രത്യേകിച്ച് അങ്ങനെ വലിയ ബോണ്ടൊന്നുമില്ല. എല്ലാരും കുടുംബമായി, കുട്ടികളായി, പരിപാടിയായി. അവര് ഇപ്പൊ അവൻ ഷിപ്പിൽ എന്തോ ആണ്. ഇപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന ആഡിസിന്റെ കൂടെയാ. അവ ഇവിടെ എറണാകുളത്തുണ്ട്, അവന്റെ കൂടെയാണ് നിൽക്കുന്നത്. പറ്റുന്നവരെയൊക്കെ വിളിക്കും. അവരൊക്കെ പടം കണ്ടിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളു. നമ്മൾ ഡെയിലി വിളിക്കുന്നത്, നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട്. ഓരോരുത്തരുടെ അപ്ഡേറ്റുകൾ അതിൽ അറിയിക്കും, നമ്മൾ സംസാരിക്കും. അങ്ങനെയാണ് നമുക്ക് ഡെയിലി വിളിച്ചുള്ള ഒരു അങ്ങനെയില്ല. എല്ലാരും അവരുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഇല്ല. പക്ഷെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നിങ്ങളുടെ എല്ലാ ഇവന്റ്സിലും എല്ലാവരും ഉണ്ടാവും. ഓൾമോസ്റ്റ് എല്ലാവരും ഫ്രീ ആയ എല്ലാരും വരും, ഉറപ്പാ. പിന്നെ നമുക്ക് ഏറ്റവും ഇപ്പം നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞു. അപ്പൊ നമുക്ക് പറ്റുന്നവരെല്ലാരും അവിടെ പോയി. നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാരും, ഇതൊക്കെ ഒരു വലിയ വിശേഷമല്ലേ. അപ്പം അതിലെല്ലാരും ഉണ്ടാവണം എന്ന് എല്ലാവർക്കും താല്പര്യമുണ്ട്. ലാൽ സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഈ സിനിമയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് പോകുന്ന സമയത്ത് സംസാരിച്ചിരുന്നു? സാറിന്റെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ ഒരു പടത്തിന് ഞാൻ ജോയിൻ ചെയ്യണം, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. സാറ് വലിയ അടിപൊളിയാവട്ടെ എന്നൊക്കെ പുള്ളി പറഞ്ഞു.
ജോമോൻ ചേട്ടൻ കണ്ടപ്പോഴും ഫോട്ടോ അയച്ചെടുത്തിട്ട് അയച്ചു കൊടുത്ത് സാറിന്. പടം ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ സാറിന്റെ അടുത്ത് വന്നു, സാർ പടം ഇറങ്ങണം പോയി കാണണം. സാറപ്പം പാലക്കാടാണ്. അപ്പം വീട്ടിൽ എന്തോ ഒരു പരിപാടിയായിട്ട് നിൽക്കുകയാണ്, കാണാന്ന് പറഞ്ഞു. ഇനി അഥവാ നടന്നില്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് വരുമ്പോ ഞാൻ പറയും OTT ഇരുന്ന് കാണാമല്ലോ. അതെ, അപ്പം ഇത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. ഓക്കെ, ഇപ്പം കൂടുതലുള്ള എല്ലാവരും കുടുംബമായി കുട്ടികളായി ഒക്കെ ആയി. എന്റെ കല്യാണം അല്ല, ആദ്യമേ പ്രണയം ഉണ്ടോ പറയൂ, അത് കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണത്തിലേക്ക് പോവാം. പറയില്ല, പടം കാണും, ഞാൻ പറയാം. പടം കണ്ടിട്ട് ഞാൻ വിളിച്ചു, അപ്പൊ ഞാൻ പറയാം. വിളിച്ചിട്ട് ഞാൻ കോൾ റെക്കോർഡ് ചെയ്തിട്ട് പറഞ്ഞ കാര്യം ഞാൻ ഇടും. ഉറപ്പായിട്ടും. ഉറപ്പല്ലേ? ഉറപ്പാണ്. അല്ല, പക്ഷെ എനിക്കറിയാം ഇങ്ങനെ പ്രണയം ഇല്ല, അതൊക്കെ ഒരു ബാധ്യതയാണ്, എനിക്കിപ്പോ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇത് കൂട്ടുകാർ പറഞ്ഞു ഇല്ല, അത് വേറെ വഴി, വേറെ വഴി, അങ്ങനെ തന്നെ നടക്കട്ടെ. അതെ അല്ലേ? അതെ, എനിക്ക് അറിഞ്ഞൂടാ അവര് പറഞ്ഞ കാര്യം എങ്ങനെ എനിക്കറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യും, പടം കാണും, ഞാൻ പറയാം. അല്ല, പടം കാണുന്നതിന് മുമ്പ് നമ്മൾ മാക്സിമം ഇന്റർവ്യൂ പ്രൊമോട്ട് ചെയ്യണമല്ലോ. ആ കൂട്ടത്തിൽ ഇത് കേൾക്കാൻ വേണ്ടിട്ട് ഇവിടത്തെ വിഷയം ഞാനാണല്ലോ. ഞാൻ എന്തായാലും പടം കണ്ടിട്ട് വിളിക്കും, ഉറപ്പായിട്ട് ഞാൻ വിളിക്കണം. മാക്സിമം ഇന്ന് തന്നെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ കാണും ഉറപ്പായിട്ട്. അല്ലെങ്കിൽ നാളെ സൺഡേ ആണ്. എനിക്ക് എന്നാ ഇത് OTT വരുന്നതെന്ന് അറിയാം. അതിനുശേഷം എന്നെ വിളിച്ചാ ഇല്ല, ഈ ആഴ്ച തന്നെ കാണും. വേറെ ഏത് പടം സ്കിപ്പ് ചെയ്താലും ഈ പടം ഈ ആഴ്ചക്കുള്ളിൽ ഞാൻ ഉറപ്പായിട്ട് കണ്ടിട്ട് ഞാൻ സ്ക്രീനിൽ നിന്ന് ഫോട്ടോ എടുത്ത് അയച്ചിരിക്കും. ഓക്കെ, ഇത് കൂടുതലൊന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഇപ്പൊ മലയാളത്തിൽ ലാലേട്ടൻ്റെ ഒപ്പം അഭിനയിച്ചു, അല്ലെങ്കിൽ ലാലേട്ടന്റെ സിനിമയിൽ ഭാഗമായി, മമ്മൂക്കയുടെ സിനിമയിൽ ഭാഗമായി. ഇനിയിപ്പോ നെക്സ്റ്റ് ആരുടെ കൂടെയാണ്, അല്ലെങ്കിൽ ആരുടെ കൂടെ വരാനാണ് ആഗ്രഹം? എല്ലാവരും കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക്. അൾട്ടിമേറ്റ്ലി എനിക്ക് ഹീറോ ആയിട്ട് വരാനും ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ആക്ടറിനെ വിശ്വസിച്ചൊരു പ്രൊഡ്യൂസർ വരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. എനിക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവണം. എനിക്ക് അതൊക്കെയാണ്, ഒരു ബാങ്കബിൾ ആക്ടർ ആവണം എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആഗ്രഹം. എങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല, ഇനി എനിക്കൊരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച എക്സ്പീരിയൻസും പ്രീസ്റ്റിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇനി മമ്മൂക്കയെ മാറ്റി നിർത്തിയാൽ വേറെ ആരുടെയും കൂടെ ഒരു നല്ല ക്യാരക്ടർ കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നി. അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹമൊന്നും ഇല്ലടോ. എനിക്ക് ബാക്കി എല്ലാവരും നേരിട്ട് കണ്ട് സംസാരിക്കണമെന്നാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. ഇപ്പൊ ഫഹദ്ക്ക് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് നേരിട്ട് കണ്ടിട്ട് അവരുടെ പ്രോസസ്സ് എന്താണ്, അവരുടെ കാര്യങ്ങൾ എന്താണ്, എനിക്കിതൊക്കെ അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പാരലൽ ഞാൻ എൻ്റെ ഒരു പരിപാടി ഇങ്ങനെ ആലോചിക്കുമ്പം എനിക്കും ഒരു ഹീറോ ആയിട്ട് വരണം. അത് എൻ്റെ ഇപ്പൊ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അതാണ്. എനിക്ക് ഹീറോ ആയിട്ട് വരണം, അത് ആൾക്കാർ കാണണം, അവർക്ക് വർക്കായ അത് ഏറ്റവും വലിയ ലോട്ടറിയും ഏറ്റവും വലിയ കാര്യമാണ്. അപ്പൊ അത് സംഭവിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ആഗ്രഹം. ഫഹദ്ക്കയെ പറ്റി പറയുമ്പോ ആ പറഞ്ഞതുകൊണ്ട് ഞാൻ ഓർക്കാണ്, ഇപ്പം വെങ്കി ബ്രോനെ ഫഹദ്ക്കയുടെ സാമ്യം ചെയ്യുന്നുണ്ട്, കണ്ണുകൾ കൊണ്ട് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ റിബൽ കണ്ട സമയത്ത് എനിക്ക് ടോവിയുടെ ഒരു മാനറിസം തോന്നിയിട്ടുണ്ട്. ശരിക്കും അങ്ങനെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ ചായവൊക്കെ ഉണ്ടെന്നാണ്. ഫഹദ്ക്കയുടെ കണ്ണുമായിട്ടൊന്നും എന്നെ ആരും കമ്പയർ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് എനിക്ക് അറിഞ്ഞൂടാ. ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് പെർഫോമൻസ് നല്ലതാടാ എന്നുള്ള പരിപാടിയൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കമ്പാരിസൺ എനിക്ക് ഇതിന് മുന്നേ ഒക്കെ പടത്തിൽ ഒരു കമ്പാരിസൺ ഇന്ന ആളെ പോലെയൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ മുരുകനിലേക്ക് വരുമ്പോ അങ്ങനെ ഇതുവരെ ഞാൻ ആരുടെ സൈഡിൽ നിന്ന് ഒരു കമ്പാരിസൺ കേട്ടില്ല. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈ റിബൽ കണ്ട സമയത്തും അങ്ങനെ കമ്പാരിസൺസ് ഉണ്ടായിട്ടില്ല. കമ്പാരിസൺസ് അധികം ഉണ്ടായിട്ടില്ല. അതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവുന്നതിന്റെ ബെറ്റർ ആയി ചെയ്യണം എന്നുള്ള ഇതിലെന്തോ ലക്കിലി കുറച്ചും കൂടെ അത് ബെറ്റർ ആയിരുന്നു. റിബൽ ഞാൻ ഇതുവരെ ചെയ്ത പടങ്ങളിൽ നിന്നും കുറച്ച് ബെറ്റർ ആയിരുന്നു. അത് മുരുകനിലേക്ക് വരുമ്പം ഇത്രയും പടത്തിന്റെ ഒരു എക്സ്പീരിയൻസും ഗൗതം സാറിന്റെ ഒരു ഇൻപുട്ടും എല്ലാം അവിടെ ഹെൽപ്പ് ചെയ്തു. അത് കുറെ പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് പെർഫോമൻസ് നല്ലതായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ റീസൺ അതാ. ഓക്കെ, GV സാറിനെ പറ്റി സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഒരു എക്സ്പീരിയൻസ്? അദ്ദേഹം ഭയങ്കര ഒരു കിടിലം മനുഷ്യനാണ്. ഭയങ്കര മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പുള്ളി അഭിനയിക്കും, കാരവാനിൽ പോയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യും, ഡബ് ചെയ്യും. അപ്പൊ ഒരേ സമയം ഇത്രയും ജോലികൾ ടപ്പേ എന്ന് പറയുമ്പോഴത്തേക്കും എന്നിട്ട് പുള്ളി വന്ന് അഭിനയിക്കുകയും ചെയ്യും. അപ്പൊ അത് ഒരു അടിപൊളി പരിപാടിയാണ്. പുള്ളി മ്യൂസിക് ചെയ്യുന്ന പടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം. വലിയ പരിപാടികളും അതെല്ലാം ഹിറ്റാ, പാട്ടുകളും BGM-ഉം എല്ലാം ഹിറ്റാ. അപ്പം മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഹൈലി ഒരു കിടിലം മനുഷ്യനാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.